നാണമുണ്ടോ തനിക്ക്? നാണമുണ്ടോ തനിക്ക്? ഉണ്ടോ? ഞാനെന്തിനു നാണിക്കണം? തന്തയുടെ സ്വത്ത് മുഴുവനും തന്തയ്ക്ക് വെള്ളവും മേടിച്ചു കൊടുത്ത് അതെല്ലാം അങ്ങ് അടിച്ചു മാറ്റിയിട്ട് അയാൾ ചത്തിട്ടല്ലോടെ പുറത്തിറങ്ങി. എനിക്ക് സൗകര്യമില്ലായിരുന്നു എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ്. എന്റെ അച്ഛൻ മരിച്ചു എന്ന് നിന്നോട് വിളിച്ചു പോകും. അച്ഛന്റെ ചാക്കാലല്ല ഞാൻ പറഞ്ഞത്, അച്ഛന്റെ സ്വത്ത് അടിച്ചു മാറ്റിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ എന്റെ കാര്യമുണ്ടോ നോക്കടാ. നിനക്കൊരു സർക്കാർ ജോലി ഇല്ലേ? സർക്കാർ ജോലി ഉള്ളവൻ സർക്കാർ ശമ്പളം പോരാഞ്ഞിട്ട് നീ ഈ സ്വത്തും കൂടെ അടിച്ചു മാറ്റിയിട്ട് നാണം ഉണ്ടാ. എന്റെ അച്ഛന്റെ സ്വത്താ ഞാൻ എടുത്തിട്ടുള്ളത്, അല്ല നിന്റെ അച്ഛന്റെ അല്ല. നിന്റെ അച്ഛന്റെ സ്വത്താണെങ്കിലേ ഞാൻ അത് നിനക്കൊരു പെങ്ങളല്ലേടാ, ഒരേ ഒരു പെങ്ങള്, അവകാശം നീ കൊടുക്കാത്തത്. ഏടാ എന്റെ പെങ്ങളെ കയ്യും കണ്ണും കാണിച്ച് ജോലിയും തൊഴിലില്ലാത്ത നിന്റെ കൂടെ ഇറങ്ങി പോന്നിട്ട് ഇപ്പൊ അവൾക്ക് സ്വത്ത് വേണോന്ന് ചോദിക്കാൻ നാണമില്ലെന്നാ ഞാൻ ചോദിച്ചു. എന്റെ പെങ്ങൾ എന്നോട് ഇറങ്ങി വന്നെങ്കിൽ അവളെ അന്തസ്സായിട്ട് എന്നോട് ജീവിക്കണുണ്ടാ. നാട്ടുകാരുടെ അടുത്ത് ചെന്ന് കേൾക്കണം സുഹൃത്തെ, കേൾക്കണം. ഇവനുണ്ടല്ലോ ഇവൻ സർക്കാരിന്റെ മാസം ശമ്പളം എണ്ണി വാങ്ങിക്കുന്നവനാണ്. അത് പോരാഞ്ഞിട്ട് അവന്റെ സഹോദരിയുണ്ട്, അവക്ക് കൊടുക്കാത്ത സ്വത്ത് മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങുന്ന അവന്റെ എന്തോ ചെയ്യണം. നിനക്ക് ഈ റോട്ടിൽ വന്ന് വേണമാ നാണോടാ. കണ്ണും കൈയും കാണിച്ച് റോട്ടിൽ നിന്ന് എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയിട്ട് ഈ പാവന് എന്റെ സ്വത്ത് വേണം. അല്ലെങ്കിൽ അവന്റെ പെങ്ങള് പുര നിറഞ്ഞ അവിടെ ഇരുന്നെ. കാരണം ഇവൻ ഒരു പൈസ ഇറക്കി അവളെ കെട്ടിക്കൂല. നക്കിയാണ്. എന്റെ പെങ്ങളെ എന്റെ വീട്ടിലിരിക്കണ ഇരുന്നോട്ടാ, നിനക്കെന്ത് പോയടാ? പരമാറി അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് മര്യാദക്ക് കുഴത്തില്ലെങ്കിൽ നീ വിവരറിയും. നീ പോടാ. നീ ആരാടാ പുല്ലെന്ന് വിളിക്കുന്നത്? നീ നിന്റെ മുളകിടി നിന്റെ കയ്യിലിരിക്കുള്ളൂ. ഇനി മുളകിടി നിന്റെ നെഞ്ചത്തായിരിക്കും ഞാൻ ഇടിക്കും. ഇത് പൊതുസ്ഥലമായി പോയി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഓർത്തോ, അവക്ക് കൊടുക്കാനുള്ള സ്വത്ത് നീ കൊടുത്തില്ലെങ്കിൽ അത് മേടിക്കാൻ എനിക്കറിയാം. അത് അവകാശമാണ് അവളുടെ, അത് ഞാൻ മേടിക്കും. നീ പോടാ. ആർത്ത് പണ്ടാരമായി ആർത്ത് മൂത്ത് ഭ്രാന്താവും ഇവന്. എത്ര കിട്ടിയാലും മതി വരൂല അവൻ. എന്താ അളിയ? ഇവൻ അളിയനല്ല, അവൻ വേട്ടാവളിയനാണ്. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. അവന് നീ പോടാ. ക്ഷമിക്കണം, അത്രയും ദണ്ണമുണ്ട്, അത്രയും ദണ്ണം എനിക്കുണ്ട്. അതുകൊണ്ടാ അത്രയും മൃഗീയമായിട്ടാണ് ഇവൻ എന്നോടും എന്റെ ഭാര്യയോട്, ഭാര്യ എന്ന് പറഞ്ഞാൽ അവന്റെ പെങ്ങളോട് ഇവൻ പെരുമാറിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് സംസാരിക്കേണ്ടി വന്നത്. നമ്മൾ അങ്ങനത്തെ കുടുംബത്തിൽപ്പെട്ടതല്ല, ഇങ്ങനെ പരസ്യമായിട്ട് സംസാരിക്കുന്ന ആളുകളല്ല. പക്ഷേ ഒടയതമ്പുരാനല്ല, അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ വേറൊരു മുഖമുണ്ട്, അതെവരെ അറിയില്ല. വേണം മനസ്സിൽ കൊണ്ടു കേൾക്കുന്ന ഒരു മോഹമുണ്ട്. അത് ഞാൻ പറഞ്ഞോട്ടെ വേണം. വേറൊന്നുമില്ല, ചെറിയ നിസ്സാരമായ കാര്യം. എന്താ? അങ്ങനൊന്നുമല്ല മാഡം. ഞാനേ ചായ കൊണ്ട് തരുന്നുണ്ട്, ഫയൽ കൊണ്ട് തരുന്നുണ്ട്. എന്തിനും ഉണ്ണിയുണ്ടല്ലോ ഈ ഓഫീസിൽ ഓടി ചാടി നടക്കാൻ വേണ്ടിട്ട്. എന്തിനുണ്ട്, എപ്പോൾ ഉണ്ട്, ഇനിയും ഉണ്ടാവും. മാഡം, വീടിയില്ല സാറ് ജോയിൻ ചെയ്യാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ആ കസേരയില് തൽക്കാലം ഞാൻ അവിടെ ഇരുന്നോട്ടെ. ഒരാഗ്രഹമാണ് സാറേ, അവിടെ ഇരുന്നോട്ടെ ഞാൻ. ഉണ്ണി ഇവിടുത്തെ ഓയാണ്, അറിഞ്ഞൂടെ? അറിയാം, ഞാൻ ഇവിടുത്തെ പ്യൂണാന്ന്. അതെല്ലാവർക്കും അറിയുന്നത് തന്നെ. ശീതള സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാക്കും. എന്റെ മാഡം, ശീതള സാർ രാവിലെ ഓഫീസിൽ കയറിയാല് വൈകുന്നേരം 5 മണിക്കല്ലേ ഇറങ്ങി പോലെ വീട്ടിലേക്ക്. അതിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാലും ഫോൺ വിളിക്കലല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട. എപ്പെങ്കിലും വന്നിട്ടുണ്ടാ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ മാഡം. പിന്നെ ഉണ്ണിക്ക് ഇരിക്കണം ആഗ്രഹമാണെങ്കിൽ ഇരുന്നോ, എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. മേഡം ഇത് ആരോടും പറയാണ്ടെന്നാ മതി. ഞാൻ ആരോടും പറയില്ല.
അവിടെ ഇരുന്നാ മതിട്ടാ, ഒന്നിലും എഴുതൊന്നും ചെയ്യരുത് കേട്ടാ. ഇതൊരു ആഗ്രഹമല്ലേ മനുഷ്യന്മാരെ. നല്ല ആഗ്രഹം. ഒന്നും ഞെക്കൂല, സാധനം തൊടൂല. തുടരുത്. ഞാൻ കൊണ്ടുവച്ച ഫയലല്ലേ ഇത്, പക്ഷെ ഞാൻ തൊടൂല. അതാണ്. അതെ, ഞാനേ ഇപ്പൊ വരാട്ടാ, ഇപ്പൊ വരാം. ഇനി മുതൽ ഉണ്ണി വേറെ ലെവല. ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിലൊക്കെ ഇരിക്കുമ്പോൾ. വെറുതെ അല്ല, ഒരു അധികാരം, അധികാര കസേര. സാറേ, ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസല്ലേ? അതെ, ഇരിക്ക്. ഇരിക്കാൻ കസേരയില്ല സാറേ. എന്നാ നിന്നോ. എന്താണ് പ്രശ്നം, എന്താണ്? അത് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഹോട്ടലിനെ കുറിച്ച് ആരോ പരാതി അയച്ചു. എന്നിട്ട് ഇവിടുന്ന് ആള് വന്ന് പരിശോധിച്ചിട്ട് പൂട്ടിച്ചിന്. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാനാ വന്നിന്. ഇപ്പൊ പൂട്ടിയിട്ടേ ഇല്ലത്? ആ, പൂട്ടിയിട്ടേ ഇല്ലേ. ശരി. അപ്പൊ അതിന്റെ താക്കോലാരെയും ഇല്ലേ? താക്കോൽ എൻ്റെ ഉണ്ട്. കടകം കഴുത്, ഭക്ഷണം കഴുത്, പൂട്ടും കഴുത്, താക്കോലും കഴുത്. തുറക്കാൻ ഞാൻ വരണം നിങ്ങൾ? അല്ല, അത് വേണ്ട, ഞാൻ തുറന്നോളും. അല്ലേ? അപ്പൊ തുറക്കാവുക. പിന്നെ നിങ്ങളല്ലാണ്ട് ഞാനാ തുറക്കണ്ട്? നിങ്ങൾക്ക് തുറക്കാലോ നിങ്ങളെ കട, അല്ലേ? തുറക്കാല്ലേ? പിന്നെന്താ സംശയം? എന്നാ തുറക്കാല്ലേ? പിന്നെ അങ്ങനല്ലേ എന്റെ കണക്ക്. പിന്നെ നമ്മളെ സ്ഥാപനം തുറക്കണ്ട്, നമ്മളല്ലേ. ഹലോ ചേട്ടാ, എന്താ കാര്യം? എന്താ? ഒരു പാവശുദ്ധനായ മനുഷ്യൻ സ്വന്തം കട തുറക്കാൻ അനുവാദം ചോദിക്കാൻ വന്ന്. എന്തായിട്ടാ പ്രശ്നം? എന്റെ പേര് രാഘവൻ എന്നാണ്. എന്റെ ഹോട്ടല് ആരോ പരാതി കൊടുത്തിട്ട് ഇവിടുന്ന് വന്ന് പൂട്ടിച്ചിനി. കഴിഞ്ഞ ആഴ്ച പൂട്ടിയതാണോ? പൂട്ടിനി, കഴിഞ്ഞ ആഴ്ച പൂട്ടിനി. അതൊന്ന് തുറന്നു തരാൻ പറ്റുമോന്ന് ഞാൻ ഈ സാറിനോട് ചോദിക്കാൻ വന്ന. സാറ് പറഞ്ഞു തുറന്നോന്നു. അതുകൊണ്ട് ഞാൻ പോയത്. ചേട്ടാ, അങ്ങനെ തുറക്കാൻ പറ്റില്ല. അത് ചേട്ടന്റെ ഫയല് പുട്ടപ്പ് ചെയ്തിട്ടില്ല. അതായത് ഒരു സാർ വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ ആ ഫയല് പുട്ടപ്പ് ചെയ്യും. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നോ. ശരി. എണീക്കും അവിടുന്ന്. ഇതുപോലെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ അവിടെ കയറിയിരിക്കണേ. തോന്നിയ പോലെ പറയാ ഹോട്ടല് തുറന്നോളാൻ. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കയറിയിരിക്കുക. സാററിഞ്ഞ സാർ വരാം. സാറേ, മണ്ണതിരേ, ഞാൻ വിളിപ്പിച്ചതേ ക്വാർട്ടർലി റിപ്പോർട്ട് ചോദിച്ചിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ റിമാൻഡർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായി അത്? സാറേ, അത് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന പുതിയ ആളല്ലേ ചെയ്യണ്ടേ? അല്ല, അയാൾ എത്തിയില്ലല്ലോ. അത് മണ്ടോതിരി തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കായിരുന്നു നമുക്കത്. എക്സ്ക്യൂസ് മീ. യെസ്. ആരാണ്? സാറേ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് സത്യശീലൻ. ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പൊ ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇത് മണ്ടോതിരി നമ്മുടെ ക്ലർക്കിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. നമസ്കാരം സാർ. ഇരിക്കാം ഇരിക്കാം. ഓക്കെ, ഇരിക്കൂ. പുതിയ സാറാ? അപ്പൊ എന്റെ സീറ്റ് പോയി. ഞാൻ ശീതളൻ, വടക്കാഞ്ചേരിക്കാരനാണ്. ജോയിന്റ് റിപ്പോർട്ട് കൊണ്ടുവന്നുണ്ടല്ലോ സാറേ. അപ്പൊ ഇത് ഫോർനൂൺ മുതൽ അല്ലേ? അതെ അതെ. ഇന്നലെ ജോയിൻ ചെയ്യല്ലേ?
റിപ്പോർട്ടൊക്കെ ഓക്കെയാണ് കേട്ടോ. എവിടെയാ അപ്പോ താമസിക്കുന്നത്? തിരുവല്ല. ആ ഹാ ഹാ. അപ്പൊ എങ്ങനെയാ ഡെയിലി പോയി വരാണോ? അല്ല, ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു വാടക വീട് നോക്കണം സാറേ. ആ. പോയി വരാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഫാമിലിയൊക്കെ? ഫാമിലി വൈഫുണ്ട്, പിന്നെ 2 കുട്ടികളുണ്ട്. അപ്പോ കുട്ടികളൊക്കെ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവരിഞ്ഞിപ്പോ ഇങ്ങോട്ട് മാറ്റുമ്പോ ഉണ്ടാവുന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരി അപ്പൊ. ശരി. ഇനി ഈ മുളകിടി ഉണ്ടല്ലോ നിന്റെ നെഞ്ചത്തായിക്ക് ഞെട്ടിടിക്കണം. ഇങ്ങനെ എന്റെ ഭാര്യയ്ക്ക് കിട്ടാനുള്ള അവകാശം എങ്ങനെ നേടിയെടുക്കണമെന്ന് എനിക്കറിയാം. ആ പണ്ടു, അപ്പോ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന സത്യശീലനൊന്ന് ഇവിടെ വരാൻ പറ. ശരി. എന്താ സാർ ഇത് എന്ത് ജോയിന്റ് റിപ്പോർട്ടാണ് പക്ഷേ? ഇത് ഐക്ക് കുത്തുമില്ല, ടീക്ക് വെട്ടുമില്ല, ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ വളരെ മോശം. ഒരു ജോയിന്റ് റിപ്പോർട്ടിങ്ങിന് വൃത്തിയായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിക്കണ്ടേ? കറക്റ്റ് സാർ. അതവിടെ ടേബിളിൽ സൗകര്യം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എഴുതിയാ പോരെ അത്. ഓ, സാറേ എന്ത് പറ്റി? എന്താന്നറിയില്ല. നേരത്തെ ആ ജോയിന്റ് ലെറ്റർ കാണിച്ചല്ലോ, അപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സാറ് വായിച്ചു. പിന്നെന്തോ അതിൽ ഐക്ക് കുത്തില്ല, ടീക്ക് വെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. ആ കുഴപ്പമില്ല, മാറ്റി. സാറേ, ഈ മാസം എത്ര ക്രിമിനൽ കേസുകളുണ്ടെന്നും എത്ര അഡ്ജുഡിക്കേഷൻ കേസുകളുണ്ടെന്നും ചോദിച്ചിട്ട് AC മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സൈൻ ചെയ്താൽ എത്രയും പെട്ടെന്ന് അയക്കാം. ഇവിടെ ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവിടെ. താൻ അത് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുപോകുന്നത്. അല്ല, അപ്പോൾ റിപ്ലൈ ഇപ്പൊ കൊടുക്കണ്ട. അത് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് മതി. അത് കൊണ്ടുപോകുന്നത്. ശരി. എടോ, ഫയൽ എടുത്തോണ്ട് വന്നേ. പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ട് വരണ്ട. ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ അപ്പൊ വന്നാ മതി. ആ പൊക്കോ. സാറേ എന്തുപറ്റി? എന്താ അറിയില്ല, വെറുതെ ദേഷ്യപ്പെടുക. ഞാൻ AC അയക്കാനുള്ള ആ ഫയലൊന്ന് ഒപ്പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണേ. സാധാരണ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഞാനൊന്ന് കണ്ടിട്ടേ ഇല്ല ദേഷ്യപ്പെടുന്നത് ഇതുവരെ. എന്താണിത്? ആ ത്രൈമാസ റിപ്പോർട്ട് എന്തായി? എന്നോട് ഞാൻ പറഞ്ഞല്ലോ അർജന്റാണ്. ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാർ. ഏത് മേശപ്പുറത്ത്? സാറിന്റെ മേശപ്പുറത്ത്. ഇത് മേശപ്പുറത്ത് വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ അറിയണ്ട ഇത്. ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട. ഉണ്ണി സാറേ, ആ ത്രൈമാസ റിപ്പോർട്ട് ഒന്ന് എടുത്തിട്ട് വാ. ഒരു കാര്യം ചെയ്യുമ്പോ അത് വൃത്തിക്ക് ചെയ്യാൻ പഠിക്കാതെ വെറുതെ ജോലിക്കാന്നും പറഞ്ഞ് നിങ്ങളുടെ പാന്റ് ഷർട്ടിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല.
സാറേ എന്താ ഉണ്ണി വിശേഷങ്ങളൊക്കെ? നല്ല തന്നെ. പരിശോധിച്ച സ്ഥാപനങ്ങൾ 32, ലൈസൻസ്ഡ് സ്ഥാപനങ്ങൾ 21, രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ 11, ഫൈൻ ഈടാക്കിയത് 4,05,305. ഇത് എന്തൊക്കെയാണോ ഈ എഴുതി വെച്ചിട്ടുള്ളത്? ഒരു സംഭവം ചെയ്യുമ്പോൾ അത് വൃത്തിയിൽ ചെയ്തുകൂടെ? സാറേ ഞാൻ രജിസ്റ്റർ നോക്കി കഴിഞ്ഞ 3 മാസത്തെ ഡേറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് എഴുതിയതാണ്. തെറ്റാൻ വഴിയില്ലേ സാറേ? ആര് പറഞ്ഞു തെറ്റാൻ വഴിയില്ലാന്ന്? നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഈ കയ്യിലടിച്ചിട്ട് നിൽക്കണം എന്താണത്? ഇല്ല, ഈ മുളക് ഇടിച്ച വരും ഒരേപോലത്തെ സ്വഭാവമാണ്. മണ്ടോ, ഇത് ഈ ത്രൈമാസ റിപ്പോർട്ട് ഒന്ന് കൃത്യമായിട്ടേ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടാ. വേണ്ട, എഴുതി വെക്കാൻ വേണ്ടിട്ട് ഇറങ്ങി 10-12 വർഷമായിട്ടോ ഈ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു വകതിരിവാണ്. സാറില്ല സാറേ. എന്തിനാ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത്? നീ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ നീ? നീ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരിക. നിനക്കൊരു ധാരണ ഉണ്ട് നീ പോയി കഴിഞ്ഞാൽ സുഖത്തെ തളരുന്ന്, പട്ടിണി കിടന്ന് ചാവുന്ന്. എടി കാശ് കൊടുത്ത ഹോട്ടലിൽ നിന്ന് കിട്ടിയ നല്ല ഭക്ഷണം 5-6 ദിവസമായിട്ട് ഞാൻ അതാ തിന്നോണ്ടിരിക്കുന്നത്. എന്ത് വക്കീല് നിന്റെ ഞാൻ നല്ല ചൂടിലാട്ടോ മൂപ്പര്. ഇപ്പൊ ഭാര്യയായിട്ട് ഉടക്കിലാണല്ലോ, അതിന്റെ കലിപ്പാണത്. അല്ല, ഓളെങ്ങനെ പോവാണ്ടിരിക്കും? ഇങ്ങനത്തെ ഒരാളെ എങ്ങനെ പൊറപ്പിക്കും? ഇപ്പൊ അതിന്റെ അകത്ത് കിടന്ന് തെറിയായിരിക്കുള്ളൂ. നാളെ കിടന്ന് പറയട്ടെ, ഇങ്ങനെ കേൾക്കാതിരിക്കാനാ വാല. ഡിവോഴ്സ് നീ ഏത് വക്കീലിനാച്ചാ കണ്ടടി? ഞാൻ ഒപ്പിട്ട് തരാന്ന്. എന്നെ വേണ്ടത്തോരെ എനിക്ക് വേണ്ട, ഞാൻ ഒപ്പിട്ട് തരാം. എന്താടോ വർക്കിലാണ്? ത്രൈമാസ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ റെഡി ആയോ? എല്ലായിടത്തും കിട്ടി. നമ്മളെ ശീതള സാറിന്റെ ഓഫീസിൽ മാത്രം ഇപ്പൊ എത്തിയുള്ളൂ. എന്ത് അത് ശരിയാക്കൊക്കെ സാറേ, ഞാനത് നോക്കി, അതിൽ കറപ്ഷൻ ഉണ്ട്. അത് കറക്റ്റ് അല്ല റിപ്പോർട്ട്. ഇയാളെ കണ്ണും ചീമ്പിട്ട് റെഡിയാക്കിയാൽ അങ്ങോട്ട് ഒപ്പിട്ട് വിടാ. അത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അയാൾക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് തയ്യാറാക്കണം. തയ്യാറാക്ക്, ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ. അത് വേണം സാർ. എന്തൊരു കഷ്ടാണ് ഈ ചെറിയ കാര്യത്തിനൊക്കെ കാരണം കാണിക്കൽ നോട്ടീസ് അടിക്കാന്ന് പറഞ്ഞാൽ. എന്ത് തോന്നിയാസാണോ കാണിക്കണേ? ഉത്തരവാദിത്തം വേണ്ടേ? ആരെങ്കിലും തയ്യാറാക്കി തന്ന റിപ്പോർട്ട് വായിച്ചു നോക്കാതെ ഒപ്പിട്ടിട്ടാണ് അയക്കുന്നത്. അല്ല സാർ, ഞാൻ ചെക്ക് ചെയ്ത് ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട. തനിക്കെതിരെയുള്ള കാരണം കാണിക്കൽ നോട്ടീസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എത്ര പെട്ടെന്ന് വന്ന് കൈപ്പറ്റി. അയ്യോ സാറേ, ഞാനിപ്പോ വരാം സാറേ. ഞാൻ ഇപ്പോ വരാം. എല്ലാം കണക്കാ. ഓ എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കണ്ടെന്ന്. എന്ത് ഹലോ, മണ്ടു, അതെ, നമ്മുടെ ആ ക്വാർട്ടർലി റിപ്പോർട്ട് നമ്മുടെ സത്യശീലൻ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ടല്ലോ, അത് ആ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നു. അതൊന്ന് കിട്ടാൻ വഴിയുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ.